പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഈ കാരവലിൽ കയറാൻ പോകട്ടോ. അപ്പോൾ കാരവലിന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാണ്. അപ്പോൾ അത് മുതലാക്കാൻ പോവാണ്. കാരണം കോഴിക്കോട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച്. അപ്പോൾ ബീച്ചിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കാരവൻ കണ്ടു. അപ്പോൾ ആ കാരവലിൽ ഒന്ന് കയറാം. ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും ഈ കാരവൻ ആസ്വദിക്കാം എന്നുള്ളതാണ്. ഈ കാരവലിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. ഈ കാരവൻ ഓടുന്നില്ല, അവിടെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഓടുന്നില്ലെങ്കിലും നമുക്ക് കാരവനിൽ കയറാൻ ഒരു ചാൻസ് കിട്ടിയാണല്ലോ. അപ്പൊ അത് പരമാവധി ഞാൻ മുതലാക്കി. അപ്പുറോട്ട് വ്ളോഗ് ചെയ്യണമെന്ന് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ അവര് എല്ലാവരും സഹായം ചെയ്തു എന്ന് പറഞ്ഞു. കാരണം നമ്മള് കാരവൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് കയറാൻ ഒരു ചാൻസ് കിട്ടിയതാണ്. അപ്പൊ ആ ചാൻസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു 4 സീറ്റർ കാരവൻ ആണ്. നല്ല വിൻഡോസ് ഉണ്ട്, നല്ല TV മോണിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5 സ്റ്റാർ സെറ്റപ്പ് തന്നെ പറയാം. AC ഒക്കെ നല്ല പക്ക, നല്ല കൂളിങ്ങുള്ള AC ഒക്കെ ആയിരുന്നു. നല്ല ചൂടുള്ള വെയിലത്ത് കയറി വന്നുകൊണ്ട് നല്ല സുഖമായിട്ട് കാരവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു സമ്മിശ്ര ടൂറിസം ഉള്ള ഒരു ഏരിയയാണ് നമ്മളെ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടാണ്. മലയോര കാഴ്ചകളും തീരദേശ കാഴ്ചകളും അതുപോലെ തന്നെ പൈതൃക കാഴ്ചകളും അങ്ങനെ കായൽ കാഴ്ചകൾ, കാനന കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളുടെ വസന്തം വിരിക്കുന്ന സ്ഥലമാണ് നമ്മളെ കേരളം. ശരിക്കും ടൂറിസത്തെ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാല് ലോകത്തെ നമ്പർ 1 ടൂറിസം ഡെസ്റ്റിനേഷൻ നമുക്ക് മാറാൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു. അതിലൊരു പ്രോജക്റ്റാണ് ഈ കാരവൻ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോ താമസിക്കുകയും ചെയ്യുക, യാത്ര ചെയ്യുകയും ചെയ്യുക. അപ്പൊ അതിനൊക്കെ ഉതകുന്ന ഒരു കാരവൻ തന്നെയാണ് നമ്മളിവിടെ എക്സിബിഷന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷവർ അടക്കമുള്ള കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കിടന്നുറങ്ങാനുള്ള ബെഡ് സ്പേസ് ഉണ്ട്, 4 പേർക്കുള്ള ബെഡ് സ്പേസ് ഉണ്ട്. ഒരു മിനി കിച്ചൺ ഉണ്ട്. പിന്നെ ഇന്റീരിയലൊക്കെ പറയാൻ വെച്ചാല് അതിഗംഭീരമായിട്ടുള്ള ഇന്റീരിയലാണ്. ചിത്രപ്പണികളും എല്ലാ ഡ്രോയിങ് വർക്കുകളൊക്കെ എല്ലാവർക്കും ആകർഷിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് താമസിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി, അത് എന്തായാലും നല്ല ഗുഡ് ഐഡിയ തന്നെയാണ്. 22,500 രൂപയാണ് ഇവർ പറയുന്ന പ്രൈസ്. പിന്നെ പെർ കിലോമീറ്ററിന് കൂടുന്നതനുസരിച്ചിട്ട് 60 രൂപ വരും. ഞാൻ തോന്നുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ റൂം എടുത്ത് താമസിക്കുന്നതിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഇത്. താമസിക്കുകയും ചെയ്യുക, യാത്ര ചെയ്യുകയും ചെയ്യുക, കാഴ്ചകളും കാണാം, റെസ്റ്റ് എടുക്കാം. എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും കാരവനിൽ കയറി ആ കാരവന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കും കൂടി അനുഭവിച്ചറിയാനും പറ്റാന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സന്തോഷം. അപ്പൊ ഞാൻ കണ്ട കാരവനിലെ കുറെ കാഴ്ചകൾ, എന്തായാലും നമ്മുടെ കേരള ഗവൺമെന്റ് ഇതുപോലുള്ള ടൂറിസം പ്രോജക്റ്റുകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കും എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു കാരവൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പർ കൊടുക്കുക. അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു കാരവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പൊ ഒരുപാട് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരവൻ അടച്ചതായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ വിൻഡോയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി ഷൂട്ട് ചെയ്തു. താഴേക്ക് ഇറങ്ങണം, ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ കയറിയിട്ട് കാണാനുള്ളതാണ്. അപ്പൊ സാധാരണക്കാർക്ക് പോലും കാരവൻ എന്താണെന്നും കാരവനെ കണ്ട് പഠിക്കാനുമുള്ള ഒരു അവസരമാണ് സംഘാടക സമിതി ഒരുക്കിയത്. അവർക്കുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. അപ്പൊ കാരവനിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.